സീക്കാറ്റ് പ്രോഗ്രാമിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്കാറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ ചെയർമാനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ കുളിനീർ സെൻറ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ്. അവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് 10 കൽപ്പനകളെക്കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. സംശയം എന്നത് ഒന്നാമത്തെ പ്രമാണത്തിന് എതിരായിട്ടുള്ളൊരു പാപമാണ്, ദൈവിക കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഉദാഹരണത്തിനായിട്ട് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിയിൽ നിന്ന് ചെങ്കടൽ വിഭജിച്ച് കൊണ്ടുപോയി എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ന്യായമായിട്ടും ചിലപ്പോൾ സംശയിക്കാം, ദൈവം കടൽ കടത്തിക്കൊണ്ട് എങ്ങനെ വെള്ളം രണ്ടായിട്ട് വിഭജിച്ചു കൊണ്ടുപോയി എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ സംശയം തോന്നാറുണ്ട്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ വിഭജിക്കാതെ ചിലപ്പോൾ ഈ പറയുന്ന വേലിയ ഇറക്കം എന്ന് പറയുന്നൊരു സംവിധാനം അങ്ങനെ ഉണ്ടായി, അങ്ങനെ അവിടെ കടന്നതാണോ എന്നുള്ള ചിലപ്പോൾ ചോദിക്കാനുള്ള സംശയമാണ്. അല്ലെങ്കിൽ സൊദോം ഗൊമോറ പ്രദേശത്ത് ദൈവം തീയും ഗന്ധകവും ഇറക്കി നശിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടാണ് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നത്. ബട്ട് ചിലപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, അങ്ങനെയെങ്കിൽ അവർ ഈ സ്വാഭാവികമല്ലാത്ത ബന്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാത്തത് കൊണ്ടാണ് അവിടെ നശിച്ചു പോയത്, അല്ലാതെ തീയും ഗന്ധവും ഇറക്കിയല്ല എന്ന് ചിലപ്പോൾ. അപ്പം ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ നമ്മൾ എപ്രകാരമാണ് നോക്കിക്കാണേണ്ടത്? യെസ്, സംശയങ്ങൾ ഇത്തരത്തിലുള്ള പല വ്യാഖ്യാനങ്ങളും ചില ബൈബിൾ പണ്ഡിതന്മാർ നൽകാറുണ്ട്. ഇത്തരം വ്യാഖ്യാനങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമതായി അവിടെ എഴുതപ്പെട്ടത് വായിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം, അല്ലേ? അതിൻ്റെ ലിറ്ററൽ സെൻസ് എന്ന് പറയുന്നത്, അതായത് ഒരു കാര്യം എഴുതപ്പെട്ടിരിക്കുന്നത് അത് അതേപടി വായിക്കുക, അത് വിശ്വസിക്കുന്നതിന് തടസ്സം എന്താണ്? യഥാർത്ഥത്തിൽ ദൈവത്തിന് ചെങ്കടൽ രണ്ടായി പകുക്കാൻ മേലെ ന്യായമായി നമുക്ക് ചിന്തിക്കാം, അല്ലേ? ചെങ്കടൽ പകുത്ത് ദൈവമായ കർത്താവ് അതിലൂടെ കടന്നുപോയി. അതിന് പിന്നാലെ ഇസ്രായേൽ ജനതയെ ദൈവം കടൽ കടത്തി. അങ്ങനെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതങ്ങനെ തന്നെ വിശ്വസിക്കുന്നതാണ് ശരിയായ വിശ്വാസം. എന്നാൽ ഈ പ്രത്യേകിച്ച് ഈ ഒരു 18-ാം നൂറ്റാണ്ടിലൊക്കെ ആരംഭിച്ച ഒരു ലിബറൽ പ്രൊട്ടസ്റ്റൻ്റ് മൂവ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് വന്നതാണ് ഈ ഫോം ക്രിറ്റിസിസം എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ. അവർ ബൈബിൾ വ്യാഖ്യാനത്തിന് പുതിയ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇസ്രായേലിനെ അങ്ങോട്ട് ചെന്നപ്പം ചെങ്കടലിൻ്റെ അരിയിൽ കര രൂപപ്പെട്ട് കിടക്കുക, അത് വേലിയിറക്കമായിരുന്നു. ആ നേരത്തെ അവർ അതിൽ കടന്നുപോയി, അത്രയേ ഉള്ളൂ. അങ്ങനെ വേലി ഇറങ്ങിയാലും നടുവിൽ വേലി ഇറങ്ങുമോ? ഇല്ല. വേലിയിറക്കം കൊണ്ട് സംഭവിച്ചാന്ന് പറഞ്ഞാലും ഇസ്രായേൽ ജനം ഈ ചെങ്കടൽ നടുവേ മുറിച്ച് കിടന്ന് അക്കരെ എത്തി, സീനായ് മരുഭൂമിയിൽ എത്തി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് കേവലം ഒരു വേലിയിറക്കം മാത്രമായിട്ട് ഇതിനെ കരുതേണ്ടതില്ല. ഇനി ചിലർ വ്യാഖ്യാനിക്കാറുണ്ട്, ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഈ കടലിങ്ങനെ പകുത്ത് മാറി നിൽക്കുന്ന ഒരു പ്രതിഭാസം ചെങ്കടലിൽ ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്രായേൽ ജനം ചെന്നപ്പോൾ ആ പ്രതിഭാസത്തിലൂടെ ചെങ്കടലിനെ പകുക്കാൻ ദൈവം തീരുമാനിച്ചിട്ടുണ്ടാകും. അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് ചെങ്കടൽ പകുത്ത് മാറിയത് എന്നുള്ളത് ഓരോരുത്തരും അവരവരുടെ ഭാവനയ്ക്കനുസരിച്ച് വ്യാഖ്യാനിക്കാം. പക്ഷേ ദൈവജനത്തിന് വഴിയൊരുക്കാൻ ചെങ്കടൽ പകുത്ത് മാറി നിന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നു. അതുപോലെ സോദോം ഗോമോറായിൽ അച്ഛനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ ആളുകൾ പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ സ്വവർഗ ബന്ധങ്ങളിൽ മുഴുകി ജീവിച്ചപ്പോൾ
അവർക്ക് മക്കളുണ്ടാകില്ല. അതുകൊണ്ട് ഒരു തലമുറ കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവൻ ഇല്ലാതായി തീർന്നു. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഈ ചാവുകടൽ അവിടെ രൂപം കൊണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതിനെ അല്ലേ എന്ന് ന്യായമായും ചിന്തിക്കാവുന്നതാണ്. പക്ഷേ ഈ തിന്മയ്ക്ക് അതിൻ്റേതായ തിരിച്ചടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് ജീവൻ്റെ സർവനാശത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്ന് പറയാം. അത് പ്രകൃതിയുടെ തിരിച്ചടി എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അതായത് നമുക്കറിയാം, പലപ്പോഴും ഈ സ്വാഭാവികമായ കുടുംബജീവിതം നയിക്കുന്നവരും ഇങ്ങനെ വ്യത്യസ്തമായ താല്പര്യങ്ങളുടെ പേരിൽ LGBT ആയ വ്യക്തികൾ തമ്മിലുള്ള കുടുംബജീവിതം നയിക്കുന്നവരും തമ്മിൽ അവരുടെ തന്നെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ഇപ്രകാരം ജീവിക്കുന്നവർക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ കൂടുതലായി വരാനും അവരുടെ ആയുസ് വളരെ പെട്ടെന്ന് ഇല്ലാതാകുന്നതുമായ സാഹചര്യങ്ങളുണ്ട് എന്ന് ഇതേക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള വ്യക്തികൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു തലമുറ സ്വാഭാവികമായി മരിച്ച് ഇല്ലാതായത് ആണോ ചാവുകടലിൻ്റെ രൂപീകരണം, അഥവാ യഥാർത്ഥത്തിൽ അവിടെ ജീവൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് സംഭവിച്ചോ എന്ന് ഉള്ള ചോദ്യമാണ് ബൈബിൾ ഉന്നയിക്കുക. അതും സാധ്യമായൊരു കാര്യമാണ്. പ്രകൃതിക്ക് വിരുദ്ധമായി വ്യക്തികൾ ജീവിക്കുമ്പോൾ പ്രകൃതി പ്രതിഷേധിക്കുന്നു. അത് നമ്മൾ ഇന്ന് കാണുന്നതാണ്. നാട്ടിലെ വനങ്ങളെല്ലാം വെട്ടിമുറിച്ച് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ ചിലപ്പം പ്രകൃതി വരൾച്ചയായിട്ട്, ചിലപ്പോൾ പ്രകൃതി വലിയ മഹാമാരികൾ, മഹാപ്രളയം കൊണ്ടുവന്നു. നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ തവണ കണ്ടതാണ്. ചിലപ്പോൾ ഭൂകമ്പങ്ങൾ, അതൊക്കെ സംഭവിക്കുക. ഒരു നിമിഷം കൊണ്ട് ഒരു പ്രദേശം ഇല്ലാതായിത്തീരുന്ന സാഹചര്യങ്ങൾ, അല്ലെ മറ്റൊരു ഭൂകമ്പം മൂലം ഒരു പ്രദേശത്തെ കര ഇല്ലാതാവുകയും അവിടെ വലിയ കടൽ രൂപം കൊള്ളുകയും ചെയ്തു. കടലിൽ തന്നെ കരകൾ രൂപം കൊണ്ടുവരുന്നു. ഇങ്ങനത്തെ പ്രതിഭാസങ്ങളൊക്കെ പ്രപഞ്ചത്തിൽ കാലാകാലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഭൗമശാസ്ത്രം പറയുന്നുമുണ്ട്, ഇല്ലേ? നമ്മുടെ ഈ വൻകരകൾ ഉണ്ടായതിനെക്കുറിച്ച്, പർവ്വതങ്ങൾ രൂപപ്പെട്ടതിനെക്കുറിച്ച് ഒക്കെ ആത്യന്തികമായി ഭൗമശാസ്ത്രം ഈ പറയുന്ന വിശുദ്ധ ഗ്രന്ഥ നിരീക്ഷണങ്ങളെ ശരിവയ്ക്കുന്ന കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ബൈബിൾ പറയുന്നത് അത് കഥയായിരിക്കും, അതുകൊണ്ട് അങ്ങനെയൊന്നും നടന്നിട്ടില്ലായിരിക്കും എന്നൊരു നിഗമനത്തിലേക്ക് നമ്മൾ എത്താതിരിക്കുന്നതാണ് വിശ്വാസത്തിൻ്റെ വഴിയിൽ കൂടുതൽ അനുകരണീയമായിട്ടുള്ളൂ. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ക്രിസ്റ്റീനയാണ്. ക്രിസ്റ്റീനയുടെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ സംശയം ഇതാണ്. ഈ യോഗ അഭ്യാസങ്ങളും പിന്നെ നമ്മുടെ നൃത്ത പരിശീലനങ്ങളും ക്രൈസ്തവ വിശ്വാസത്തിനെതിരാണോ? ഇവയെ പറ്റിയുള്ള സഭയുടെ പഠനം എന്താണ്? ഇതും വളരെ സങ്കീർണമായൊരു ചോദ്യമാണ്. യോഗ പരിശീലിക്കാവോ എന്ന് ചോദിക്കുന്നതിന് ഇതേക്കുറിച്ച് കേരള കത്തോലിക്ക സഭയുടെ ഒരു പ്രബോധന രേഖ അടുത്ത കാലത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. അത് മുഴുവൻ നമുക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് ഇവിടെ പറയാൻ സാധിക്കുകയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു രേഖയുണ്ട്. ആ രേഖയെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ ആ രേഖ പഠിച്ച് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത്. എങ്കിലും ഇവിടെ ഉന്നയിക്കപ്പെട്ട ചോദ്യം, ക്രൈസ്തവർക്ക് യോഗ അഭ്യസിക്കാവോ എന്ന ചോദ്യത്തിന്, യോഗ എന്നതിലൂടെ നിങ്ങൾ ഒരു ശാരീരിക എക്സർസൈസാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിലൂടെ യോഗ അഭ്യസിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ എക്സർസൈസ് എന്ന നിലയിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ ശ്വാസക്രമീകരണത്തിനുള്ള വഴി എന്ന രീതിയിലൊക്കെയാണെങ്കിൽ യോഗ അഭ്യസിക്കുന്നതിൽ തെറ്റ് ഇല്ല എന്ന നിലപാടാണ് സഭയ്ക്കുള്ളത്. എന്നാൽ യോഗയെ ഒരു ആധ്യാത്മിക മാർഗമായി ക്രൈസ്തവർ സ്വീകരിക്കാൻ പാടില്ല എന്നതാണ് ഇതേക്കുറിച്ചുള്ള സഭയുടെ നിലപാട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, യോഗ മുന്നോട്ട് വയ്ക്കുന്ന ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവം ഇല്ലാത്ത ഒരാധ്യാത്മികതയാണ്. യോഗയിൽ ഒരു വ്യക്തി ദൈവത്തിൽ വിശ്വാസമില്ല. നമ്മുടെ തന്നെ ശരീരത്തിൻ്റെ പരമമായ ഊർജത്തെ തപസ്സിലൂടെ, ധ്യാനങ്ങളിലൂടെ, അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള
യോഗ എക്സർസൈസുകളിലൂടെ ഉണർത്തി ഉയർത്തി അവയെ കുണ്ടലിനിയിൽ നിന്ന് അതിനെ ഉയർത്തി ഇവിടെ തലയിലെത്തിക്കുമ്പോൾ നമ്മൾ തന്നെ ഒരു സൂപ്പർ ഹ്യൂമൻ ബീയിങ്ങായി അഹം ബ്രഹ്മാസ്മിയായി മാറുന്നു എന്നുള്ളതാണ് യോഗയുടെ പിന്നിലെ ദൈവശാസ്ത്രം. അതാണ് ആ വാക്ക് തന്നെ സൂചിപ്പിക്കും. യോഗ എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ആ ഒരു സങ്കല്പമാണ് വാസ്തവത്തിൽ യോഗ. ആ ഒരു ആധ്യാത്മിക സങ്കല്പത്തെ ക്രൈസ്തവന് സ്വീകാര്യമല്ല. അതാണ് യോഗയെ സംബന്ധിച്ചുള്ള വത്തിക്കാൻ പുറത്തിറക്കിയ രേഖകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഓരോ വിശ്വാസിയും അതിനെ മനസ്സിലാക്കണം. ആരെങ്കിലും 4 തവണ ശ്വാസം വലിച്ചു വിട്ടാൽ അത് പാപമൊന്നുമല്ല. അല്ലെങ്കിൽ ആരെങ്കിലും ചമ്രം പടിഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചാൽ അതിനകത്ത് പാപമൊന്നുമില്ല. അല്ലെങ്കിൽ കയ്യും കാലും നിവർത്തുകയും വയറ് കുറയ്ക്കാനുള്ള എക്സസൈസ് നടത്തുകയും ചെയ്യുന്നത് അതിനകത്തൊന്നും പാപമില്ല. അതൊന്നും പാപമായിട്ടല്ല പറയുക. മറിച്ച് അതിനെ ഒരു ആധ്യാത്മിക മാർഗമായി പരിഗണിക്കുകയും അതാണ് ആത്മീയത എന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അതേക്കുറിച്ച് പറഞ്ഞൊരു ചിന്ത ഇതാണ്: ദൈവത്തെ വേണ്ട എന്ന് വെച്ച് സ്വന്തം ശരീരത്തിൽ തന്നെ ദൈവത്തെ അന്വേഷിക്കുന്ന ആ ഒരു പ്രവണത ക്രൈസ്തവ വിശ്വാസവുമായി ഒത്തുപോകുന്നില്ല എന്നുള്ള നിലപാട് നമ്മൾ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നൃത്തങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അല്ലേ? അത് എന്താണ്, നിശ്ചിത താളത്തിൽ നിശ്ചിത ചുവടുവയ്പ്പുകളിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു കലാരൂപമാണ്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായ വിഷയം ഇവിടെ ഉപയോഗിക്കുന്ന പാട്ടുകൾ, ചൊല്ലുകൾ, പദങ്ങൾ, ഇവയൊക്കെ ശ്ലോകങ്ങൾ ഈ സത്യവിശ്വാസത്തിന് വിരുദ്ധമായ ശ്ലോകങ്ങളാകുമ്പോഴാണ് അത് നൃത്തം. ആ നൃത്തമെന്ന കലാരൂപമല്ല അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അത് ഏത് രീതിയിലുള്ള വിശ്വാസത്തെയാണ് പ്രകീർത്തിക്കുന്നത്, സത്യദൈവത്തെയാണോ അവിടെ സ്തുതിക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളിലാണ് ഈ നൃത്തം എന്ന് പറയുന്നത് ഒരു വിഷയമായി തീരുക. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ സത്യവിശ്വാസവുമായി ഒത്തുപോകുന്ന ഗാനരൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഭാരതീയമായ നൃത്തങ്ങൾ അനുഷ്ഠിക്കുന്നതും അവ പ്രചരിപ്പിക്കുന്നതും തികച്ചും സ്വീകാര്യമായൊരു നിലപാട് തന്നെയാണ്. ക്രിസ്ത്യാനി എല്ലാ കലകളെയും ഒരു വക അലർജി പോലെ നോക്കിക്കാണണമെന്നും ക്രിസ്ത്യാനി ശുദ്ധ ഉണക്കയുമായി ജീവിക്കണം എന്നൊന്നും സഭ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് കലകളും ആത്യന്തികമായി നമ്മുടെ വിശ്വാസത്തെ പ്രഘോഷണം ചെയ്യുന്നതാണ്. ഇതര മതങ്ങൾ അവരുടെ വിശ്വാസത്തെ പ്രഘോഷണം ചെയ്യുന്നതാണ് ഇത്തരം കലാരൂപങ്ങളിലൂടെ, പാട്ടുകളിലൂടെ. സമാനമായി നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ സത്യദൈവത്തിലുള്ള ആശ്രയബോധത്തെയും പ്രഘോഷണം ചെയ്യുന്ന രീതിയിൽ ഇതേ കലാരൂപങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. താങ്ക് യു പിതാവേ. ഇനി അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ക്രിസ്റ്റിയാണ്. പിതാവേ, എനിക്ക് ചോദിക്കാനുള്ളത്, നിരാശ എന്നത് 1-ാം പ്രമാണത്തിന് ലംഘനമാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിന് പല സാഹചര്യങ്ങളിലും നമുക്ക് നിരാശ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറുന്നതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ അതിനൊരു പാവമായിട്ട് നമുക്ക് കണക്കൂട്ടാൻ കഴിയുമോ? യെസ്, നിരാശയെക്കുറിച്ചാണ് ക്രിസ്റ്റിയുടെ ചോദ്യം, അല്ലേ? ക്രിസ്റ്റിക്ക് നിരാശ വന്നിട്ടുണ്ട്? പിന്നെ നമ്മൾ മനുഷ്യനല്ലേ, നമ്മൾ മനുഷ്യനാണെന്ന് നിരാശ വരാം, അല്ലേ? അപ്പോൾ നിരാശ എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് പല കാര്യങ്ങളിൽ നമുക്ക് നിരാശ ഉണ്ടാകാം. എല്ലാ നിരാശയും മഹാഭാവമൊന്നുമല്ല, അല്ലേ? 10-ാം ക്ലാസ്സിൽ എല്ലാത്തിനും A+ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. കാര്യമായി പഠിച്ചൊന്നുമില്ല, എന്നാലും നമ്മൾ ആഗ്രഹിച്ചു A+ കിട്ടണമെന്ന്. കിട്ടിയില്ല, നിരാശപ്പെടാം, അല്ലേ? എന്നാ ഇപ്പോൾ ക്രിസ്റ്റി പഠിക്കുന്നേ? ജോലി ചെയ്യുവാണ്. എന്ത് ജോലി ചെയ്യുന്നേ? ഞാൻ ഷെഫാണ്. ഷെഫായിട്ട് ജോലി ചെയ്യുന്നു, കൊള്ളാം. എവിടെയാണ്? അതൊന്ന് അന്വേഷിച്ച് വന്നാൽ നല്ല ഭക്ഷണം കിട്ടുമായിരിക്കും, അല്ലേ? ഞാൻ ബേക്കറി ഷെഫാണ്. ഓക്കെ. അപ്പോൾ ക്രിസ്റ്റി ആ ഒരു ജോലി ക്രിസ്റ്റി ഇഷ്ടപ്പെടുന്നു, അല്ലേ?
ക്രിസ്റ്റി ഇഷ്ടപ്പെട്ട ഒരു ഷെഫിൻ്റെ ജോലി ക്രിസ്റ്റിക്ക് കിട്ടിയില്ല, പകരം ക്രിസ്റ്റിക്ക് വേറൊരു ജോലിയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ക്രിസ്റ്റിക്ക് ആ ജോലി ചെയ്യുമ്പോൾ ഇതാണ് ഒരു ജോലി ഇതെന്ന് തോന്നാം അല്ലേ? അത്തരത്തിലുള്ള നിരാശകളൊന്നും അല്ല ഇവിടെ വിവക്ഷിക്കുന്നത്. ഇവിടെ വിവക്ഷിക്കുന്ന നിരാശ എന്താണ്? നിരാശ എന്ന് പറഞ്ഞാൽ ഈ ദൈവമൊന്നുമില്ല, അല്ലെങ്കിൽ ഈ സ്വർഗമൊന്നുമില്ല, ചുമ്മാ പറയുന്നതാണ്, ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഈശോമിശ ഒന്നും വന്നിട്ടില്ലെന്നേ ചുമ്മാ പറയുന്നതാണിത്, ഈ കൂദാശയിലൊന്നും ദൈവമൊന്നുമില്ല, ഈ ജീവിതത്തിന് തന്നെ ഒരു അർത്ഥവും ഇല്ല, ഒരു ലക്ഷ്യവും ഇല്ല, സ്വർഗത്തിൽ പോകുന്നൊക്കെ പറയുന്നത് വെറുതെയാണ്, എങ്ങും പോകാൻ പോകുന്നില്ല. ഈ ലോകത്തിലെ സഹനങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ പ്രതിഫലം കിട്ടും. ആകെ ചുമ്മാ പറയുന്നത്, സഹിച്ചവൻ സഹിച്ചു ഇല്ലേ? എന്നാലൊരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചതുപോലെ പശു ചത്തു സ്വർഗത്തിൽ പോകും നമ്മൾ പറയുന്നില്ലല്ലോ, അതുപോലെ മനുഷ്യൻ മരിച്ചാലും ഇത്രയൊക്കെ സംഭവിക്കാൻ പോകുന്നു, പശുവും പോത്തും പോലെ തന്നെയാണ് മനുഷ്യനും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചിലരെ സംബന്ധിച്ച് ശരിയായിരിക്കും, പക്ഷെ എല്ലാവരെയും സംബന്ധിച്ച് ശരിയല്ല. കാരണം അതായത് ദൈവം നമുക്ക് തന്ന വെളിപാടുകളുടെ വാസ്തവികതയെക്കുറിച്ചുള്ള സംശയത്തിലൂടെ നമ്മിൽ രൂപം കൊള്ളുന്ന പ്രത്യാശാരഹിതമായ അവസ്ഥയ്ക്കാണ് നിരാശ എന്ന് പറയുന്നത്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതാണ് ദൈവിക പുണ്യങ്ങൾ. അപ്പോൾ ആ പ്രത്യാശയ്ക്ക് വിരുദ്ധമായ മനോഭാവമാണ് ദൈവമുണ്ടെന്നും ദൈവത്തിൽ എത്തിച്ചേരാമെന്നും സ്വർഗമുണ്ടെന്നും സ്വർഗം നമുക്ക് സംലഭ്യമാണ് എന്നും ദൈവം നമ്മളെ പരിപാലിക്കുന്നുണ്ട് എന്നുമുള്ള ആ അടിസ്ഥാന ബോധ്യങ്ങൾ നഷ്ടമാകുന്ന ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന അനുഭവത്തെയാണ് ഇവിടെ നിരാശ എന്ന് വിശേഷിപ്പിക്കുന്നത്. മനസ്സിലാവുന്നു? അല്ലാത്തത് വാസ്തവത്തിൽ സ്വാഭാവികമായ, ക്രിസ്റ്റി പറഞ്ഞ പോലെ മാനുഷികമായ നിരാശകളാണ്. ആ മാനുഷികമായ നിരാശകൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിപ്പോക്കോളും ഇല്ലേ? ഇന്ന് തന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ച് പറഞ്ഞു, അവൻ സ്നേഹിച്ചിരുന്നൊരു പെങ്കൊച്ച് അവനെ തേച്ചേച്ച് പോയി നമ്മൾ യൂത്തിൻ്റെ ഒരു ഭാഷയാണ്. എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എന്തുകൊണ്ടാണ് വാക്ക് ഉപയോഗിക്കുന്നത് എനിക്കറിയത്തില്ല. അവൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല, എന്നെ തേച്ചേച്ച് പോയെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ പോയി എന്ന് പറഞ്ഞു. അവൻ ഭയങ്കര നിരാശയും സങ്കടവും, എന്തിനാ ഇനി ജീവിക്കുന്നത് എന്നൊക്കെയാണ് അവൻ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നീ ഇല്ലേലും എനിക്ക് ജീവിക്കാം എന്ന് തെളിയിക്കാൻ വേണ്ടി നീ ജീവിക്കണം അല്ലേ? അല്ലാതെ നമ്മുടെ ജീവിതത്തെ വേറൊരാളുടെ കയ്യിലേക്ക് കൊടുക്കാൻ പാടില്ല. എനിക്ക് ഉറപ്പുണ്ട് അവൻ പുതിയ വഴികൾ കണ്ടെത്തുകയും ജീവിതത്തിലെ കൂടുതൽ പ്രത്യാശയോടെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു വണ്ടി കൈ കാണിച്ചിട്ട് നിർത്തിയില്ല എന്ന് വിചാരിച്ച് ആരും യാത്ര മുടക്കാറില്ല. അടുത്ത വണ്ടി വരുമ്പം കൈ കാണിക്കണം ഇല്ലേ ക്രിസ്റ്റി? അതുകൊണ്ട് സാധ്യതകൾ ശേഷിക്കുന്നു. അത് മാനുഷികമായ നിരാശകളുടെ പ്രത്യേകതയാണ്. എന്താണ് അത്? ഒരു താൽക്കാലികമാണ്, ശാശ്വതമല്ല. അത് ഒരു പ്രശ്നം കഴിയുമ്പോൾ ഒരു സമയം കൊണ്ട് അത് ക്യൂറാകും, നമ്മൾ അടുത്ത മേഖലകളിലേക്ക് നീങ്ങുകയും ചെയ്യും. അതേസമയം പ്രത്യാശയ്ക്ക് വിരുദ്ധമായ നിരാശ അത് നമ്മളെയും കൊണ്ടേ പോവുള്ളൂ. അതാണ് അതിൻ്റെ വ്യത്യാസം. ഓക്കെ, വ്യക്തമായല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം ആരാണ്? വിൽസൺ സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ സംശയം ഇതാണ്. മറ്റു മതസ്ഥർ നൽകുന്ന നേർച്ച ഭക്ഷണം നമുക്ക് കഴിക്കാമോ? അതുപോലെ തന്നെ അവർ അന്നദാനങ്ങളൊക്കെ നടത്താറുണ്ട്, അതിലൊക്കെ പങ്കെടുക്കുന്നതിൽ തെറ്റുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് മതവിശ്വാസങ്ങളെ പരസ്പരം ആദരവോടെ നോക്കിക്കാണുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് ഇതര മതങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളും തെറ്റാണ്, അതിലൊന്നും തൊടാതെ നമ്മൾ ജീവിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് അനുവദനീയം അല്ലാത്തത് എന്നുള്ളതിനെക്കുറിച്ചൊരു അവബോധം നമുക്ക് ആവശ്യമുണ്ട്. ഇതര മതങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാതെ ജീവിച്ചാൽ നമ്മൾ വെറും കാട്ടിയാദികളായിത്തീരും ഇല്ലേ? കാരണം നമ്മുടെ ബഹുഭൂരിപക്ഷം വരുന്ന സഹോദരങ്ങളാണ് ഹൈന്ദവർ, മുസ്ലിം സഹോദരങ്ങൾ. അവരൊക്കെയും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിക്ക് അവരുടെ സൃഷ്ടാവും ആരാണെന്ന് അംഗീകരിക്കേണ്ടി വരും. ഈ ഏക ദൈവം തന്നെയാണ് അവരെയും സൃഷ്ടിച്ചത്. അതുകൊണ്ട്
നാം വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ് ഈ പറഞ്ഞവരെല്ലാവരും. ഈശോ മിശിഹ തൻ്റെ തിരുരക്തം കൊണ്ട് രക്ഷിച്ചതാണ് അവരെ എല്ലാവരെയും. അതുകൊണ്ട് അവരത് അറിഞ്ഞോ അംഗീകരിച്ചോ ഇല്ലയോ അത് മറ്റൊരു ചോദ്യം. പക്ഷേ നമ്മുടെ വിശ്വാസമനുസരിച്ച് അവരും ദൈവീക പദ്ധതിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആ ഒരു ആദരവോടെയുള്ള സമീപനമാണ് ഇതര മതസ്ഥരോട് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ ഒരു അടിസ്ഥാന ചിന്തയോട് മാത്രമേ ഇത്തരം വിഷയങ്ങളെ നമുക്ക് സമീപിക്കാൻ പറ്റുള്ളൂ. ഇവിടെ മറ്റ് മതസ്ഥരുടെ അന്നദാനങ്ങൾ അല്ലെ ഭക്ഷണത്തിൽ നമുക്ക് പങ്കെടുക്കാവോ? നേർച്ച ഭക്ഷണം, അന്നദാനം. നേർച്ച ഭക്ഷണം, അന്നദാനം എന്നൊക്കെ പറയുന്നത് ഈ വേർതിരിച്ചാണ്. ഇപ്പോൾ ഒരു നമ്മുടെ അയലോക്കത്ത് ഒരു അക്രൈസ്തവൻ്റെ വീട്ടിൽ കല്യാണ സദ്യ, അത് നമുക്ക് തിന്നാവോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും തിന്നണം. കാരണം എന്താണ്? അത് ഒന്നാമത് നല്ല ഭക്ഷണമായിരിക്കും. ഈ ക്രിസ്ത്യാനികൾ കണ്ണി കണ്ട സർവ്വമൃഗങ്ങളെയും കൊന്നു തിന്നുന്നതിന് പകരം അവർ നല്ല ഒന്നാന്തരം വെജിറ്റേറിയൻ സദ്യ ഒരുക്കി തരും. എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് അവരുടെ സദ്യകളും. 2-3 തരം പായസമൊക്കെ കൂട്ടിയുള്ള ഊണുണ്ട് അല്ലേ, നല്ലതാണ്. അപ്പോൾ അതൊരു സാഹോദര്യത്തിൻ്റെ പ്രതീകമാണ്. അത് നമ്മൾ പോകണം, ഭക്ഷിക്കണം, അതെല്ലാം ചെയ്യണം. ഇനി ഈ അവരുടെ ഏതെങ്കിലും ഈ പൂജകളോടോ ആരാധനകളോടോ അനുബന്ധമായിട്ടുള്ള നേർച്ച ഭക്ഷണം കഴിക്കാവോ എന്ന് ചോദിച്ചാൽ അതിന് പൗലോസ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-9 അധ്യായങ്ങളിൽ സമാനമായൊരു ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. കൊറിന്തിലെ ക്ഷേത്രത്തിൽ ബലിയർപ്പിച്ച മാംസം കൊറിന്തിലെ അങ്ങാടിയിൽ വിൽക്കുന്നുണ്ട്. ഈ മാംസം വാങ്ങി ക്രിസ്ത്യാനികൾക്ക് ഭക്ഷിക്കാവോ എന്ന ചോദ്യത്തിന് പൗലോസ്ലീഹ കൊടുക്കുന്ന ഉത്തരം എന്താണ്? പൗലോസ് ഒന്നാമതായി പറയുകയാണ്, ഈ ലോകത്ത് വിഗ്രഹം എന്നൊന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകദൈവ വിശ്വാസിയെ സംബന്ധിച്ച് ഈ ലോകത്ത് വേറെ ദൈവങ്ങളുണ്ട് എന്നുള്ള ചിന്ത അപ്രസക്തമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇതര ദൈവങ്ങൾ എന്ന് നമ്മൾ കരുതുന്നതൊക്കെയും എന്താകാം? ഒരേ സത്യദൈവത്തിൻ്റെ വ്യത്യസ്ത പേരുകളോ രൂപങ്ങളോ ആയിട്ട് മനസ്സിലാക്കാം എന്ന് വിശാലമായ അർത്ഥത്തിൽ പറയാം. എന്നാൽ പൗലോസ്ലീഹ അവിടെ പറയുന്നുണ്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും ഇത് കഴിച്ചാൽ എന്തോ പ്രശ്നമുണ്ട് എന്ന തോന്നൽ, ചഞ്ചലചിത്തരായ മനുഷ്യരാണ് നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? കഴിക്കണ്ട. മനസ്സിലായോ? ഇതാരും നമ്മളെ കുനിച്ചു ചേർത്തി വായിലൊഴിച്ചു തരുന്ന സാധനമല്ലല്ലോ. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇത് കഴിച്ചാൽ വല്ല പ്രശ്നം ഉണ്ടാവുമോ? കഴിക്കണ്ട. ഇത് അവൻ എനിക്ക് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിൽ തരുന്നതാണ്, അല്ലാതെ പൂജയുടെയോ നിവേദ്യത്തിൻ്റെയോ പേരിൽ തരുന്നതല്ല എന്ന തോന്നലുള്ളവർക്ക് കഴിക്കാമെന്നാണ് അപ്പസ്തോലൻ പറയുക. അതേസമയം നിങ്ങൾക്കോ കണ്ടു നിൽക്കുന്നവർക്കോ വിശ്വാസത്തിൽ ഇടർച്ചയോ ആശങ്കയോ ഉളവാക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അത് കഴിക്കണ്ട എന്നാണ് അപ്പസ്തോലൻ്റെ ഉപദേശം. അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി നൽകുന്ന ഉപദേശത്തിൽ കൂടിയ ഉപദേശം ഞാൻ തരേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്ര വ്യക്തമല്ലോ അല്ലേ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ദൈവപ്രമാണങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യ മാർ ജോസഫ് പാംപ്ലാനി പിതാവിന് ശാലോം ടിവിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നല്ല ചോദ്യങ്ങൾ ചോദിച്ച കുളിനീർ സെൻറ് ജോസഫ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ശാലോം ടിവിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവപ്രമാണങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. സികാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.